ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. നാളെ ഒരുപക്ഷെ ഇന്നായിരിക്കാം നിങ്ങൾ ഇത് വീഡിയോ കാണുന്നുണ്ടാവുക. 7/1/2025 നമ്മുടെ ഗ്രേറ്റ് മാനേജ്മെൻറ്റിൻ്റെ വൺ ആൻഡ് ഓൺലി മാനേജ്മെൻറ്റ്, സിംഗിൾ ലേഡി മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീന പ്രതാപൻ എന്ന് ഹയർ ചോടികൾ വിളിക്കും. അവർ സ്വന്തം പറയുന്നത് ശ്രീന ശ്രീധരൻ എന്നാണ്. അപ്പോൾ ശ്രീന ശ്രീധരൻ്റെ ഒരു ജാമ്യാപേക്ഷ നാളെ വാദമുണ്ടാവും. 3rd അഡീഷണൽ ഡിസ്ട്രിക്റ്റ് സെഷൻ കോടതിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്സ് കോടതിയിൽ തന്നെയാണ് നാളെ ശ്രീന ശ്രീധരൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നമുക്കറിയാം, ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് നേരെ പോയി മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുന്നത്. ബഡ്സ് ആക്ടിൻ്റെ 3, 4, 5, 6 എന്നീ സെക്ഷൻ്റെ വയലേഷനും അതുമായി ബന്ധപ്പെട്ട് ബഡ്സ് ആക്ടിൻ്റെ തന്നെ 21, 22, 23 ഇവ ലംഘിച്ചാലുള്ള കുറ്റകൃത്യങ്ങൾ അതൊക്കെയാണ് ആ ഒരു 21, 22, 23 ബഡ്സ് ആക്ടിൻ്റെ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു രീതിയിലുള്ള അനധികൃത പണം സ്വീകരിച്ചു കഴിഞ്ഞാൽ, അത് ലംഘിച്ചു കഴിഞ്ഞാൽ, ആ ഒരു നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് 21, 22, 23 പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനധികൃത നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട്, അല്ലെങ്കിൽ നേരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇവരുടെ എല്ലാ കണക്കുകളും ഫുൾ പേപ്പറുകൾ അങ്ങ് എടുത്ത് വീശിയാൽ മതിയായിരുന്നു. പത്രസമ്മേളനത്തിന് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി വെച്ച, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് സമാഹരിച്ച ഇവരുടെയൊക്കെ രേഖകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണല്ലോ കിടക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് സമാഹരിച്ച രേഖകളൊക്കെ ഇവർക്ക് ക്രൈംബ്രാഞ്ചിന് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അടുക്കെ പോയിട്ട് പണ്ട് മറുനാടൻ്റെ TV പോയിട്ട് കരഞ്ഞ പോലെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവിടെ തെളിവുകളാണ് വേണ്ടത്, ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് വേണ്ടത്. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സെഷൻ കോടതിയിൽ പോയി മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിരിക്കുകയാണ്. പ്രതാപന് ജാമ്യം കിട്ടിയതുപോലെ ശ്രീനക്കും ജാമ്യം കിട്ടുമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പ്രതാപന് ജാമ്യം കിട്ടിയിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. നിരവധി തെളിവുകൾ, സോളിഡ് പ്രൂഫുകൾ ഉള്ള പ്രതാപന് ജാമ്യം കൊടുത്തിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഇദ്ദേഹം 60 ദിവസമായിട്ട് ജയിലാണ് എന്നുള്ള കാര്യം കൊണ്ടാണ്. ഇദ്ദേഹം EDയുടെ കസ്റ്റഡിയിലാണെങ്കിലും ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മറ്റെല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും പോയിട്ട് ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അദ്ദേഹം 2 കുറ്റകൃത്യങ്ങളിലും, ബഡ്സിൻ്റെയും EDയുടെയും കുറ്റകൃത്യങ്ങളിൽ ജയിലിലാണ്. EDയുടെ കുറ്റപത്രം മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടുന്ന് ജാമ്യം പോലും കിട്ടാതിരിക്കുന്നത്. അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലാത്ത കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് മുൻകൂർ ജാമ്യം സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്ന് കരുതി ശ്രീന പ്രതാപന് മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്രമാത്രം തെളിവുകൾ ഇവർക്കെതിരെയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നാളെ ഒരുപക്ഷെ ശ്രീന പ്രതാപൻ്റെ അറസ്റ്റ് ഉണ്ടാവാൻ എല്ലാവിധ സാധ്യതകളുമുണ്ട്. നാളെ എപ്പോഴാണോ ജാമ്യം തള്ളുന്നത് അന്ന് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ബൈ.